Hi viewers, I am Jeniji. യുവർ ഇംഗ്ലീഷ് എന്ന പ്രോഗ്രാമിന് അനേകം ഉപവിഭാഗങ്ങളുണ്ട്. അതായത് അനേകം ടോപ്പിക്കുകൾ എല്ലാം ഭാഷ നന്നാക്കാൻ വേണ്ടിയുള്ളത് തന്നെയാണ്. അപ്പോൾ അതിലൊന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് അറ്റ് ഹോം എന്ന ആ ടോപ്പിക്. അതിൽ നമ്മൾ ഏറ്റവും ബേസിക് ഇംഗ്ലീഷാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടി തന്നെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡെയിലി ഇംഗ്ലീഷ് ടിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ഭാഷയിലും ചില പ്രത്യേക പദപ്രയോഗങ്ങളുണ്ട്. അത് ആ ഭാഷയുമായി ഇഴുകിച്ചേർന്നതാണ്. എല്ലാ ഭാഷകളിലുമുണ്ട്. അങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ പഠിച്ചു പോകണം. അപ്പോഴേ ഭാഷ സ്വാഭാവികമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു നാച്ചുറൽ സ്റ്റേറ്റ് ഉണ്ടായിരിക്കണം. ഇപ്പോഴൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മലയാളി സംസാരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, അല്ല എന്നുള്ളത്. അല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അല്ല, നീ നാളെ വരുമോ? ഈ അല്ല എന്നുള്ളത് ഒരു തുടക്കത്തിൽ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വേർഡ് പോലെ ഉപയോഗിക്കുന്നതാണ്. അത്തരത്തിലുള്ള പദങ്ങൾ ഒരിക്കലും മറ്റൊരു ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്താൻ പറ്റില്ല. ഇപ്പം അല്ല എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ NOT നോട്ട് എന്നാണ്. പക്ഷെ നമുക്കത് ഈ നമ്മൾ ഉപയോഗിക്കുന്ന അല്ല എന്നതിന് തുല്യമല്ല ഇവിടുത്തെ NOT നോട്ട്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു പ്രയോഗമുണ്ട്, അല്ല ഒന്നെന്നെ സഹായിക്കുമോ, ഒന്നെന്നെ സഹായിക്കുമോ. ഈ ഒന്ന് എന്നുള്ളൊരു പ്രയോഗമുണ്ട്. ഒന്നിവിടെ വന്നിരിക്കുമോ, ഒന്ന് ആ ജനലൊന്ന് തുറക്കുമോ. ഈ ഒന്ന് എന്നുള്ളതിന് തുല്യമായിട്ട് ഇംഗ്ലീഷ് പ്രയോഗം വൺ എന്നാണ്. അതൊരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. ഒന്ന് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളതാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ മലയാളി ഉപയോഗിക്കുന്ന ഒരു പദമാണ് അയ്യോ എന്നുള്ളത്. അയ്യോ, ഇപ്പം ഞാൻ നിങ്ങളോട് പറയണം, അല്ല ഞാൻ പരീക്ഷ തോറ്റിട്ടു, അയ്യോ. അപ്പം ആ ഒരു അവസ്ഥയിൽ അയ്യോ എന്ന് പറയുന്നതിന് തത്തുല്യമായ ഒരു ഇംഗ്ലീഷ് പദം കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ മലയാളി സംസാരിക്കുമ്പോൾ അത് കൂടെ വരുന്നതാണ്. അയ്യോ എന്നതിനേക്കാൾ കൂടുതൽ ഇതാണ്. ഇപ്പം അയ്യയ്യോ അയ്യയ്യോ എന്നുള്ള ചില പ്രയോഗമുണ്ട്. അപ്പം അതും ഓരോ സന്ദർഭത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് തത്തുല്യമായ ഒരു ഇംഗ്ലീഷ് പദം കണ്ടെത്താൻ പറ്റില്ല. അതുപോലെ ഇംഗ്ലീഷിലും അങ്ങനെ കുറേ പ്രയോഗങ്ങളുണ്ട്. അതിനും തത്തുല്യമായ പ്രയോഗം ഇപ്പുറത്തും കാണാൻ പറ്റില്ല. പക്ഷേ എന്താണെന്നറിയില്ല, നമ്മുടെ അയ്യോ എന്നുള്ള പദം ഇപ്പോൾ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ വന്നിട്ടുണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. അതിന് അയ്യോ എന്ന് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഓരോ സന്ദർഭത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിനൊരു പ്രത്യേകമായ ഒരു വേണമെങ്കിൽ ഒരു പ്രത്യേക ധ്വനി അവിടെ ഉണ്ടാകുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ശരി, നമുക്കിന്ന് ഇംഗ്ലീഷിൽ അത്തരത്തിലൊരു 5 പദങ്ങൾ പഠിക്കാം. 5 പ്ലീസിങ് വേർഡ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്ലീസിങ് എന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷിപ്പിക്കുന്നതാണ്. നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അയാൾക്ക് സന്തോഷം തോന്നുന്ന, അയാൾക്ക് ഇഷ്ടപ്പെടുന്ന, വളരെ നമ്മൾ വിനയത്തോടു കൂടി സംസാരിക്കുന്ന കുറച്ച് പദങ്ങൾ. ഇംഗ്ലീഷുകാർ ഈ പദങ്ങൾ എപ്പോഴും അവരെ സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കും. അതായത് നമ്മളിപ്പം പുട്ടിന് തേങ്ങയിടുന്നത് പോലെ സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് ഈ പദങ്ങൾ വരുമ്പോഴേ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു സംസാര രീതിയാവുള്ളൂ. ഓക്കെ, ആ 5 പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതും നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ്. ആദ്യത്തത് എക്സ്ക്യൂസ് മീ, EXCUSE, എക്സ്ക്യൂസ് മീ. അപ്പോൾ അതിൻ്റെ ഉച്ചാരണം വരുമ്പം എക്സ്ക്യൂസ് എന്നാണ്. സ്ക്യൂസിനാണ് സ്ട്രെസ് കൊടുക്കുക, എക്കിനല്ല സ്ക്യൂസിന്. അപ്പോൾ എക്സ്ക്യൂസ് മീ. അപ്പോൾ ആ പദത്തിൻ്റെ സാധാരണ അർത്ഥം എന്താണ്? എന്നോട് ക്ഷമിക്കൂ എന്നാണ്. എന്നോട് ക്ഷമിക്കൂ. പക്ഷേ ഈ ഒരൊറ്റ ഫ്രേസ്, ഈ ഒരു പദപ്രയോഗം അനേക സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു കടയിലേക്ക് കയറി ചെല്ലുകയാണ്. ആ സമയത്ത് കടക്കാരൻ വേറെ എന്തോ ഒരു ശ്രദ്ധയിൽ, അയാൾ വേറെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാളുടെ ശ്രദ്ധ നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മലയാളികൾ ഉപയോഗിക്കുക എന്താണ്? ഇങ്ങനെ ഒരു ശൂ പറയും. അതല്ലെങ്കിൽ ഇങ്ങനെ തൊണ്ടയൊക്കെ ഒന്ന് അനക്കും. പക്ഷെ അതിന് പകരം ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ എന്ന് പറയുമ്പോഴേക്ക് തന്നെ അയാളുടെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് വരും. മറ്റൊരു സന്ദർഭം, ഇപ്പോൾ 2 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് കയറി നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം പറയാനുണ്ട്. അപ്പോഴും നമ്മൾ ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന എക്സ്ക്യൂസ് മീ, അതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്നാണ്. ഇനി നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും കൂടി സംസാരിക്കാൻ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഫോൺ കോൾ വരുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഒന്ന് മാറി നിൽക്കണം. അപ്പം നമ്മൾ മലയാളത്തിൽ പറയും, ഒറ്റ മിനിറ്റ് ഞാൻ ഇപ്പോൾ വരെ എന്നൊക്കെയുള്ള പറയുന്നതിന് പകരം അവിടെ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് എക്സ്ക്യൂസ് മീ. അതുപോലെ ചിലപ്പോൾ
രണ്ടുപേര് സംസാരിക്കുമ്പം മറ്റേയാൾ പറഞ്ഞത് വ്യക്തമായില്ല, പറഞ്ഞത് മനസ്സിലായില്ല, അല്ലെങ്കിൽ കേട്ടില്ല, അപ്പോഴും ഉപയോഗിക്കാം എക്സ്ക്യൂസ് മീ. അപ്പം ഇങ്ങനെ അനേക സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഒരു പദമാണ് എക്സ്ക്യൂസ് മീ. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ വേണം. ഇനി അടുത്തൊരു പദമാണ് പ്ലീസ് എന്നുള്ളത്. ഇവർ മുട്ടിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് പ്ലീസ്. എപ്പോഴും റിക്വസ്റ്റ് നടത്തുമ്പോൾ പ്ലീസ് എന്ന പദം അതിൻ്റെ കൂടെ ചേർന്ന് വരും. മലയാളിക്ക് അത്ര പരിചയമില്ലാത്ത വാക്കാണ്, പക്ഷേ മലയാള ഡിക്ഷണറിയിലൊക്കെ കൊടുത്തിരിക്കുന്നത് ദയവ് ചെയ്തു എന്നാണ്. പ്ലീസ് എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്തു എന്ന് കൊടുത്ത് കാണാം. ശരിക്കും പ്ലീസിൻ്റെ അർത്ഥം സന്തോഷപൂർവ്വം എന്നാണ്, സന്തോഷത്തോടു കൂടി. കാരണം പ്ലീസിൻ്റെ നൗൺ ഫോം പ്ലഷർ എന്നാണ്, സന്തോഷം എന്നാണ്. അപ്പം നമ്മളെടുത്ത് സന്തോഷത്തോടു കൂടി ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഫോർ എക്സാമ്പിൾ, പ്ലീസ് ഹെൽപ്പ് മീ, സന്തോഷപൂർവ്വം എന്നെ സഹായിക്കുന്നതാണ്. അതുപോലെ പ്ലീസ് കം ആൻഡ് സിറ്റ് ഹിയർ, ഇവിടെ ഒന്ന് വന്ന് ഇരിക്കൂ. അപ്പോൾ ഒരു പ്ലീസ് എന്നുള്ളതിന് ശരിക്കുള്ള മലയാളം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലയാളികൾ ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് എന്നൊരു പ്രയോഗമുണ്ട്. ഒന്നിങ്ങോട്ട് വരുമോ, ഒന്നെന്നെ സഹായിക്കുമോ, ഒന്ന് എന്നുണ്ട്. അപ്പോൾ ആ ഒന്ന് എന്ന് മലയാളി ഉപയോഗിക്കുന്നതിന് പകരമുള്ള ഒരു ഇംഗ്ലീഷ് പദമാണ് PLEAS, പ്ലീസ് എന്നുള്ളത്. അത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്നുകിൽ തുടക്കത്തിൽ അല്ലെങ്കിൽ ഒടുക്കത്തിൽ. പ്ലീസ് കം ഹിയർ എന്ന് പറയാം, അല്ലെങ്കിൽ കം ഹിയർ പ്ലീസ്. ഇങ്ങനെ രണ്ട് രീതിയിലും ഉപയോഗിക്കാം. ഇനി മൂന്നാമത്തെ പദമാണ് താങ്ക് യു. താങ്ക് യു എപ്പോഴും അവർ ഉപയോഗിക്കുന്ന ഒരു പദമാണത്. എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ ചെയ്താലൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താങ്ക് യു. മലയാളി അത്ര പെട്ടെന്നൊന്നും പറയില്ല. മലയാളി ഇങ്ങനെ മുട്ടിന് നന്ദി നന്ദി എന്ന് പറയില്ല. അപൂർവമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് നന്ദി. കാരണം നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുക. കാരണം നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഭാവം കണ്ട ഒരു പുഞ്ചിരിയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്നത്. അത് മലയാളിയുടെ ഒരു രീതിയാണ്. പക്ഷേ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് എന്ത് പറയുമ്പോഴും താങ്ക് യു, താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ എന്നൊക്കെ അവർ ഉപയോഗിക്കുക. അപ്പോൾ താങ്ക്സ് അവരുടെ കൂടെയുള്ളതാണ്. അത് പറഞ്ഞ ഉടനെ അമേരിക്കക്കാരാണെങ്കിൽ ഉടനെ അതിന് മറുപടി കൊടുക്കും. അതിന് കൊടുക്കുന്ന മറുപടിയാണ് വെൽക്കം. വെൽക്കമിൻ്റെ അർത്ഥം സ്വാഗതം എന്നാണ്. പക്ഷേ ഇവിടുത്തെ അർത്ഥം അതല്ല. നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. അത് അമേരിക്കക്കാർ പറയുന്നതാണ് വെൽക്കം. അതേസമയം ഇംഗ്ലീഷുകാർ, അതായത് ബ്രിട്ടീഷ് ഇംഗ്ലീഷുകാർ പറയുക എന്താണെന്നറിയോ, ദാറ്റ്സ് ഓൾ റൈറ്റ്. അതിനും അനേകം അർത്ഥമുള്ള പദമാണ്. ദാറ്റ്സ് ഓൾ റൈറ്റ് ഇവിടുത്തെ അർത്ഥം നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ലെന്നാണ്. ചിലപ്പോൾ അതിനർത്ഥം കിട്ടും, അല്ല അത്ര കാര്യമായിട്ടൊന്നും എടുക്കണ്ട, അത്ര കാര്യമാക്കണ്ട എന്ന അർത്ഥത്തിലും ദാറ്റ്സ് ഓൾ റൈറ്റ് ഉപയോഗം. അങ്ങനെ പല അർത്ഥങ്ങളും ഉണ്ട്. അപ്പം താങ്ക്സ് പറഞ്ഞ അമേരിക്കക്കാർ വെൽക്കം എന്നും ബ്രിട്ടീഷ് ഇംഗ്ലീഷുകാർ ദാറ്റ്സ് ഓൾ റൈറ്റ് എന്നും പറയും. അപ്പം അങ്ങനെ രണ്ട് പദങ്ങൾ. ഇനി അടുത്തൊരു പദമാണ് PARDON, പാടൻ. PARDON, പാടൻ. എന്താ ഈ പാടൻ എന്ന് പറഞ്ഞാൽ ഐ ബെഗ് യുവർ പാടൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു, ക്ഷമ യാചിക്കുന്നു എന്നൊക്കെയാണ്. അത് ശരിക്കും ഒരു കോർട്ട് ലാംഗ്വേജാണ്. പക്ഷേ അതിനെ ചുരുക്കിയിട്ടാണ് പാടൻ എന്ന് പറയുന്നത്. അതൊരു ബ്രിട്ടീഷ് പ്രയോഗമാണ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രയോഗം എന്താണെന്ന് വെച്ചാൽ, രണ്ടുപേര് സംസാരിക്കുന്നു, ഒരാൾ പറഞ്ഞത് മറ്റേയാൾക്ക് ഒന്നുകിൽ അയാൾ കേട്ടില്ല അല്ലെങ്കിൽ അത് മനസ്സിലായില്ല. അപ്പോൾ അയാൾ ഉപയോഗിക്കുന്ന വാക്കാണ് പാടൻ. അപ്പം ഒന്നുകൂടി പറയൂ, അതായത് നിങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടില്ല അല്ലെങ്കിൽ മനസ്സിലായില്ല, അത് ഒന്നുകൂടി പറയൂ. ഇത്രയും പറയുന്നതിന് പകരം ഒറ്റ പദമാണ് പാടൻ. അപ്പം മറ്റേയാൾ ഒന്നുകൂടി പറയും. ഇത് അമേരിക്കൻ ഇംഗ്ലീഷിലാണെങ്കിൽ അവർ പറയുന്ന സോറി. ഈ പാടന് പകരം അവരുപയോഗിക്കുന്ന വാക്കാണത്. മലയാളി എന്താ ഉപയോഗിക്കുക എന്നറിയോ? മലയാളി ഉപയോഗിക്കുന്ന വാക്ക് എന്നാണ്. അതത്ര നല്ലൊരു പ്രയോഗമല്ല. അതിന് പകരം ഇംഗ്ലീഷിൽ വാട്ട് ഡിഡ് യു സേ, നിങ്ങൾ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നത്, എന്താ പറഞ്ഞത് ഞാൻ ശരിക്കും കേട്ടില്ല എന്നൊക്കെ പറയേണ്ടതാണ്. പക്ഷേ മലയാളി ഇങ്ങനെയൊക്കെയാണ് വളരെ അടുത്തവരോട് ഉപയോഗിക്കുന്നത്. അപ്പം പാടൻ ഉപയോഗിക്കാം, സോറി ഉപയോഗിക്കാം, പിന്നെ ജനറലായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എക്സ്ക്യൂസ് മീ അതും ഉപയോഗിക്കാം. ഇത് മൂന്നിനും നിങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ല, ഒന്നുകൂടി പറയൂ എന്ന അർത്ഥമുണ്ട്. ഇനി അവസാനത്തെ പദം സോറി. അത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളെടുക്കുന്ന ഒരു അബദ്ധം പറ്റിപ്പോയി, അത് ചിലപ്പം വാക്കുകൾ കൊണ്ടാവാം, പ്രവൃത്തികൾ കൊണ്ടാവാം. അപ്പോഴവിടെ നമ്മൾ ക്ഷമ ചോദിക്കുന്നതും സോറി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അറിയാതെ നമ്മൾ ഒരാളുടെ കാലിൽ ചവിട്ടിപ്പോയി, അപ്പോഴും നമുക്ക് സോറി എന്ന് പറയാം.
അതല്ലെങ്കിൽ ചില സമയത്ത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അയാൾ പറഞ്ഞത് നമുക്ക് വ്യക്തമായി കേട്ടില്ലെങ്കിൽ അമേരിക്കക്കാർ ഉപയോഗിക്കുന്ന പദവും സോറി എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഈ 5 പദങ്ങൾ അത് നമ്മുടെ കൈവശം എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി നമ്മളിങ്ങനെ ഇംഗ്ലീഷ് സംഭാഷണങ്ങളൊക്കെ ഇംഗ്ലീഷുകാർ സംസാരിക്കാൻ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് അവർ ഈ പദപ്രയോഗങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത്? നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കാൻ ഒരുപാട് സംഭാഷണങ്ങൾ, സിനിമകൾ ഇതൊക്കെ കാണാം. അതിലൊക്കെ ഇത് കയറി വരും. അപ്പോൾ ഇന്ന് പഠിച്ചത് 5 പദപ്രയോഗങ്ങളാണ്. അതായത് 5 ഫ്രേസസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് 1 എക്സ്ക്യൂസ് മീ, പ്ലീസ്, താങ്ക് യു, പാർഡൻ, സോറി. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ ഇംഗ്ലീഷുകാർക്ക് അവരുടേതായ പദപ്രയോഗമുണ്ട്, നമുക്കില്ലാത്തതാണ് അവർക്കുള്ളത്, അതുപോലെ അവർക്കില്ലാത്ത പദപ്രയോഗം നമുക്ക്. അപ്പം ഇങ്ങനെ കുറേ പദപ്രയോഗങ്ങളുണ്ട്. അത് നമുക്ക് ഒന്നൊന്നായിട്ട് പഠിച്ചു പോവാം. അതും നമ്മുടെ സംഭാഷണത്തിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. Thank you very much for watching this video. Bye till we meet again.